ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ പത്തനാപുരം ബ്രിഞ്ചുമാണ് സംസാരിക്കുന്നത്. നന്നായിട്ട് ചെയ്ത് പറ്റുന്ന പാത്രം വാഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നെറ്റിലായിരുന്നു റീചാർജ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിരിക്കുകയാണ്. ഇനി എൻ്റെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കാം. അപ്പം നമുക്ക് ഒരുപാട് വലിയ കഴിവോ കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് വലിയ പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതും ഇല്ല, ഡാൻസ് അറിയാമെന്ന് ചോദിച്ചാൽ അതും ഇല്ല, പിന്നെ കായികപരമായിട്ടെല്ലാം എല്ലാം അറിയുമെന്ന് വെച്ചാൽ അതും അറിയില്ല. അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഒന്നും അറിഞ്ഞില്ലെങ്കിലും അതിൽ ഒരു കഴിവുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തിനെ കഴിവ് കാണാൻ ഈ ലോകത്ത് ആരുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഇല്ല. പിന്നെ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യും. ആ ഒരു രീതിയിൽ അത്യാവശ്യം ഫുഡൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ഉണ്ടാകും. കൈ വയ്യാത്തതാണ്, എന്നാലും ഞാൻ പറ്റുന്നത്ര ഞാൻ ചെയ്തുള്ളൂ. അതേപോലെ ചെയ്തില്ല. ഞാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചാള ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കാറില്ല. കാരണം ചാളയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കെട്ടിക്കളിക്കാൻ ഒരുപാട് പാടാണ്. അയിലയൊക്കെ ഉണ്ടെങ്കിൽ ചൂര ഞാൻ മേടിക്കില്ല. അയിലയൊക്കെ ആണെങ്കിൽ 100 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ 4-5 എണ്ണം കിട്ടും. അത് അത്യാവശ്യം നമുക്ക് വെട്ടിക്കഴുകാൻ എടുക്കാനൊക്കെ ഇവിടെ എളുപ്പമാണ്. ഇത് പരിപാടിയൊന്നുമില്ല. ചാള കൂട്ടുന്ന തൊലി ചതമ്പൊന്നും പോക്കൊന്നും ഉണ്ട്. എളുപ്പമുള്ള പരിപാടിയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയർ വെച്ചുള്ള ചോറിലാണ്. അത് ഞാൻ അത്യാവശ്യം വലിയ ടേസ്റ്റൊന്നും പറയാൻ പറ്റുന്ന സാമാന്യം അത്രയും രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാത്രമൊക്കെ ഏകദേശം തീരാറാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല, എന്നാൽ തീർന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ പറ്റുന്നത്ര നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭവനം എല്ലാവർക്കും മുന്നേ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അമ്മയ്ക്കും സുഖമില്ലാത്തതാണ്, നടക്കത്തൊന്നുമില്ല, അമ്മയുടെ അടുത്ത് ഇരിക്കത്തുള്ളൂ. നമുക്ക് സുഖമില്ലാത്തതൊക്കെയാണ്. നമ്മളെ ഇതുവരെ നമ്മുടെ അങ്ങോട്ട് വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങോട്ടൊന്നും ശരിയാവുന്നില്ല. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോകത്ത് ഒരുപാട് പേരുണ്ടല്ലോ. അവരെല്ലാം നമ്മുടെ വീഡിയോ കണ്ട് ഏറ്റെടുത്താലേ അത് മുന്നോട്ട് പോകത്തില്ല. ഏറ്റെടുക്കാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകത്തില്ലല്ലോ. അപ്പം എൻ്റെ പ്രതീക്ഷ നിങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്നാണ്. എല്ലാത്തിനും സമയമുണ്ടല്ലോ, സമയത്തെല്ലാം റെഡിയായി കിട്ടത്തുള്ളൂ. ഞാൻ ആ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുഴപ്പമില്ല, താമസിച്ച് വരുന്നത് അത് ഇച്ചിരി പ്രയോജനമുള്ളത്. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു എളുപ്പമുള്ള കാര്യമല്ല. ചെറുത് വന്നിട്ട് ധൃതിയൊന്നുമില്ല, ചെറുത് വന്നാൽ മതി. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം സഹായിച്ച് ആർക്കും അസുഖമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പം സമയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പം 5:30 കാണും. ഇപ്പം തൊഴിലുറപ്പിൻ്റെ പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് മാത്രമൊക്കെ കഴിക്കുമായിരുന്നു. ചോറൊക്കെ ഇരുന്നതാണ്. പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ചെയ്യുന്ന ജോലിയാണിത്. കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി ഇച്ചിരി പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പോയി കുളിക്കണം. കുളിയൊക്കെ വരുമ്പോഴത്തേന് കുറച്ച് സമയം പിടിക്കും. എന്താ വെച്ചാൽ ഇപ്പം പണിക്ക് പോയ ആൾക്കാരൊക്കെ തോട്ടിൽ കുളിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപാട് സമയം കഴിയും. സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടപ്പോഴേ കുളിക്കാറില്ല. നാളിപ്പം ഈ എന്താ പറയുന്നത്, നല്ല ചൂടും കാര്യമാണ്. അതനുസരിച്ച് രാത്രി നല്ല ആവിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റും. നമ്മൾ വീർത്ത് കുളിക്കും. നല്ല ആവിയും ചൂടൊക്കെ ഉണ്ട്. പകൽ ഫുള്ള് വെയിലൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ രാത്രി ഉണ്ടാകും. അതുകൊണ്ട് ഇച്ചിരിട്ടിട്ട് ഞാനൊന്ന് കുളിക്കാറുള്ളൂ. അതുപോലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭാഗത്ത് കാണുന്ന മരങ്ങളെല്ലാം മുറിച്ച് അപ്പം ഭയങ്കര വെയിലാണ്. അതൊന്നും ഇരിക്കാൻ പറ്റത്തില്ല.
ഭാഗത്ത് കുറച്ച് റബ്ബറൊക്കെ നിൽപ്പുണ്ട്. അത് നമ്മുടെ അല്ല കിട്ടും, അത് വേറെ ആൾക്കാരുടെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, വൈകിട്ടേ ഉള്ളു ഇച്ചിരി തണുപ്പൊക്കെ. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തെറ്റുകുറ്റം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. നമുക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് വലുതായിട്ടൊന്നും നമ്മൾ അതില്ല, അതിനനുസരിച്ച് ചെറിയ ചെറിയ തെറ്റുവാക്കുകളൊക്കെ ഉണ്ടാകും. നിങ്ങൾ പ്രേക്ഷകരെ തന്നെ ക്ഷമിക്കുക. ഒരു ഫോൺ നല്ലൊരു ഫോൺ നോക്കുക, അതായത് കാരണം ഈ ഫോൺ അങ്ങോട്ട് ക്ലിയറൻസ് കിട്ടുന്നില്ല, അങ്ങോട്ട് എന്താ പറയുക, ഇരുട്ടാവുക. അപ്പം നല്ലൊരു ഫോൺ മേടിച്ചാൽ ഇതൊക്കെ കാര്യം നടക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. നമ്മളെ മുഖമൊക്കെ ഫുള്ള് കറുപ്പാണ്, അപ്പം വെളിച്ചത്തിൽ നിന്നിട്ട് പോലും അതങ്ങോട്ട് കാണാൻ പറ്റുന്നു. അപ്പം നല്ലൊരു ഫോൺ മേടിച്ചാലേ ശരിയാകത്തുള്ളൂ, നമുക്ക് എന്നെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താ പറയുക, നമ്മൾ ചാനലൊക്കെ നമ്മൾ നേറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണേ കേട്ടോ. എന്നാൽ നമ്മൾ ചാനലൊക്കെ ഒരു ഇതാവത്തുള്ളൂ. അപ്പം നമ്മുടെ ചാനലൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, ചാനലൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ടൊന്ന് വിജയിപ്പിക്കണം, അത്രേ ഉള്ളൂ പറയാം. എനിക്കിപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഇനി എന്താ പറയുക, തൊഴിലുറപ്പ് പണി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ, തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അന്ന് കുറേ നാളുകൾക്ക് നമ്മളെ ഫോണിൽ പൈസ ഇല്ലായിരുന്നു, നെറ്റ് റീചാർജ് ചെയ്യാൻ സാമ്പത്തികമായിട്ട് പൈസ നമ്മുടെ കയ്യില്ലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വീഡിയോ വരുന്നത്. ഫോണിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ, നമ്മൾ അതില്ല, നമുക്ക് അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് കൈ വയ്യാത്തതാണ്. പിന്നെ അദ്ദേഹം പിന്നെ പണി വെച്ച് തൊഴിലുറപ്പും പിന്നെ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ വീട്ടിലും അത്യാവശ്യം സമയങ്ങളിലൊക്കെ ഞാൻ പോകും. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ ബാച്ചിലർ കേട്ടോ, തടിയാണ്. അതുകൊണ്ട് പിന്നെ വലിയ പ്രാരാബ്ദമൊന്നും നമുക്കില്ല. പിന്നെ അമ്മയുണ്ട്, അച്ഛനുമുണ്ട്, പെങ്ങളുണ്ടായത്, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പെങ്ങളെ കെട്ടിച്ചിട്ടു. ഞാൻ മാത്രമേ ഉള്ളൂ. നേരത്തെ നമുക്ക് പെങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല, കൊച്ചു തല പാത്രം കഴിയും, ജോലികളൊക്കെ ഒതുക്കി നമുക്ക്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണ്, ചെയ്തേ പറ്റൂ, വേറെ ആരുമില്ല. അവനവൻ്റെ ജോലി അവനവൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് സെറ്റായെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. എല്ലാവരും എൻ്റെ ആയിരിക്കില്ല. ഇനി ഞാൻ ഇനി ഉടനെ ഞാൻ വരുന്ന വേറൊന്നും സ്റ്റൈലിനല്ല. ഞാൻ വരുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻസ്റ്റയിൽ വരിക, ഇൻസ്റ്റയിലുള്ള കളികളൊക്കെ വരും. യൂട്യൂബിൻ്റെ അത് കരിയർ ഇച്ചിരി പാടായിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല, ചെറിയ ഇൻസ്റ്റയിലോട്ട് വരിക. ഇൻസ്റ്റയിൻ്റെ പുതിയ പുതിയ വീഡിയോകൾ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കാണാം. ഓക്കെ, ബൈ ബൈ.